ഹായ് അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. ഒരു ഈസി പുഡിംഗ് എന്ന് പറയാം. ഇതിനകത്ത് നമ്മൾ ജലാറ്റിൻ, ചൈനാഗ്രാസ്, കസ്റ്റാർഡ് പൗഡർ, കോൺഫ്ലവർ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് 1.5 കപ്പ് പാൽ ഒഴിക്കാം. ഇനി ആ പാല് അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പാലിങ്ങനെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. 2 പിടി സേമിയാണ് കേട്ടോ. അതായത് 1/2 കപ്പ് നിറച്ചുണ്ടാവത്തില്ല, ഒരല്പം കുറവായിരിക്കും, 1-2 ടേബിൾ സ്പൂൺ ഒക്കെ കുറവായിരിക്കും. അതേ അളവിൽ തന്നെ പഞ്ചസാരയും ചേർക്കാം. എത്ര സേമിയ എടുത്തോ അതേ അളവിൽ പഞ്ചസാര, അതായത് 1/2 കപ്പിനേക്കാളും 1-2 ടേബിൾ സ്പൂൺ കുറവ് പഞ്ചസാര. ഇപ്പോൾ പഞ്ചസാരയുടെ അളവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരല്പം കുറവായിട്ട് തോന്നിയാലും കുഴപ്പമില്ല, കാരണം ഈ പാലൊക്കെ വറ്റി സേമിയ വെന്ത് വരുന്ന സമയത്ത് പാകത്തിന് മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഒത്തിരി ചേർക്കണ്ട, പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സേമിയ വെന്ത് വരട്ടെ. ഇതൊരു 1/4 വേവ് ആവുന്ന സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഫ്ലേവർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാലൊക്കെ വറ്റി ഇത് വെന്ത് വരണം. ആ സമയത്ത് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഞാൻ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബ്രൗൺ വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഓരോ ബ്രെഡിനെയും നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. ഞാനിത് ഓരോന്നിനെയും 2ആയിട്ട് കട്ട് ചെയ്യണം. വലിയ ബ്രെഡ് ആണെങ്കിൽ അതിനനുസരിച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി എത്ര സ്ലൈസ് ബ്രെഡ് വേണമെന്ന് അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഏത് ട്രെയിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ താഴെ ഫുള്ള് കവർ ചെയ്യുന്ന അത്രയും ബ്രെഡ് വേണം. അങ്ങനെ നോക്കിയാൽ മാത്രം മതി. അപ്പോൾ 1-2 സ്ലൈസ് കൂടുതൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ ട്രേ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 4 എണ്ണം മതി. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു അല്പം നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് എടുത്തിരിക്കുന്നത്, ഒത്തിരി വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതി. അത് ജസ്റ്റ് പാനിൽ എല്ലാ സ്ഥലത്തും ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച ബ്രെഡിൻ്റെ പീസുകൾ വെക്കാം. ഇതൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണം. 2 സൈഡും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. ഒരുപാട് ഹാർഡായി പോകരുത്, ഒന്ന് ബ്രൗൺ കളർ വന്നാൽ മതി. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ. ഇനി ഇത് തിരിച്ചിടുന്നതിന് മുന്നേ വേണമെങ്കിൽ ഒരല്പം നെയ്യോ ബട്ടറോ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് തേച്ച് കൊടുക്കാം. കാരണം നമ്മൾ താഴെ പാനിൽ വളരെ കുറച്ചല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതൊക്കെ ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് തിരിച്ചിടുമ്പം ആ സൈഡിലും കൂടി ഒരല്പം നെയ്യിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടല്ലോ, അത്രയും മതി. ഇനി നമുക്കെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ, ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരരുത്. അപ്പോൾ ഇത് റെഡിയായി, നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വെച്ച പുഡിംഗ് ട്രേ ഉണ്ടല്ലോ, ഏത് ട്രേയിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിനകത്തേക്ക് ഈ ബ്രെഡിൻ്റെ പീസുകൾ ഇങ്ങനെ ഒരു ലെയറായിട്ട് താഴെ നിരത്തി വെച്ച് കൊടുക്കാം. ട്രേയിൽ ബട്ടറോ നെയ്യോ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല, വെറുതെ ബ്രെഡ് പീസ് മാത്രം ഇങ്ങനെ വെച്ചാൽ മതി. പിന്നെ സൈഡിലൊക്കെ ഫില്ല് ചെയ്യാനുള്ള സ്ഥലത്ത് ബ്രെഡ് ഇങ്ങനെ മുറിച്ച് വയ്ക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ച് വയ്ക്കാം, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ കൂടുതൽ 1-2 പീസ് ബ്രെഡൊക്കെ കൂടുതൽ വരികയാണെങ്കിൽ അത് മുറിച്ച് അതിൻ്റെ മുകളിൽ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് ഇതേ സേമിയ ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. പാലും ഒക്കെ ഒന്ന് വറ്റി. ഈ ഒരു 5 മിനിറ്റും കൂടി വേവിച്ചാൽ മതി. ഇനി ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതെങ്കിലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ പിസ്ത, മാംഗോ, അല്ലെങ്കിൽ ബട്ടർ സ്കോച്ച്, റോസ് മിൽക്ക്, അങ്ങനെ പല ഫ്ലേവറുകളും കടയിൽ വാങ്ങിക്കാൻ കിട്ടും. വാനില, പൈനാപ്പിൾ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇതിനകത്ത് ഏലക്കാപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അതാവുമ്പം മിക്കവാറും എല്ലാവരുടെയും കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം. ഏത് ചേർത്താലും ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കയുടെ അളവും നിങ്ങൾക്ക് ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം.
പിന്നെ ഒരു കാര്യം, ഞാൻ നേരത്തെ കാണിച്ച ഫ്ലേവറുകൾ ഏതെങ്കിലും ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഫുള്ള് വെന്ത് റെഡി ആയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുന്നേ മാത്രം ചേർത്താൽ മതി. കാരണം ഏലക്കാപ്പൊടി ആകുമ്പം കുറച്ച് നേരത്തെ ചേർത്താലേ നന്നായിട്ട് ആ ഫ്ലേവർ വരത്തുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒന്നും കൂടി വെന്ത് വരട്ടെ. ഇപ്പം നമ്മുടെ സേമിയ പാകത്തിന് വെന്ത് കണ്ടോ, കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഇതിൽ കൂടുതൽ കുറുകരുത്. കണ്ടോ, ഈ ഒരു രീതിയിലായിരിക്കണം. നമ്മൾ സേമിയ പായസമൊക്കെ ഉണ്ടാക്കത്തില്ലേ, അത് തന്നെയാണ് കേട്ടോ, ഇതുപോലെ ആയിരിക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എസൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 2-3 തുള്ളി ചേർത്താൽ മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ സേമിയ ഈ ബ്രെഡിൻ്റെ മേളിലേക്ക് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിക്കണം. ആ ബ്രെഡിലോട്ട് നന്നായിട്ട് ആ പാലൊക്കെ അങ്ങ് പിടിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ ഒത്തിരി കുറുകി കഴിഞ്ഞാലും ചിലപ്പം ബ്രെഡിലോട്ട് നന്നായിട്ടത് പിടിക്കത്തില്ല. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളണം. ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുമില്ല, ഇത് ചൂട് നല്ലതായിട്ട് മാറിക്കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. 2-3 മണിക്കൂർ വെക്കണം. നല്ല തണുത്തിട്ട് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് കാഷ്നട്ടോ ബദാമോ ഒക്കെ ചോപ്പ് ചെയ്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ സേമിയ ഒഴിച്ചാലും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്താണ്. ഇതിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് പിസ്ത ഒന്ന് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. നിർബന്ധമില്ല, ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിക്കായിട്ട് മാത്രം ഇടുന്നതാണ്. ടേസ്റ്റിലൊന്നും വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു പീസ് കട്ട് ചെയ്ത് നോക്കാം. ഇത് ആ സേമിയയിലുള്ള പാലെല്ലാം ബ്രെഡിലോട്ടങ്ങ് പിടിച്ചിട്ട് സേമിയ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പീസുകളായിട്ട് തന്നെ ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്കിത് ഇതുപോലെ ഓരോ പീസായിട്ട് കട്ട് ചെയ്യാം. കണ്ടോ, താഴെ പാലൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് സോക്ക് ചെയ്തിരിക്കുന്ന ബ്രെഡ്, ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡും മുകളിൽ നല്ലൊരു സേമിയയുടെ ലെയറും ഇങ്ങനെയായിട്ട് കിട്ടും. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈസി അല്ലേ, എല്ലാവർക്കും കിട്ടുന്ന സാധനങ്ങളാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റ് ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനോ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.